ഇന്ന് നമുക്ക് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ കേക്കല്ല ഉണ്ടാക്കുന്ന വേറൊരു സംഭവമാണ് ചോക്ലേറ്റ് സ്വിസ് റോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം വാച പിടിക്കാതെ വേഗം തന്നെ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഓക്കെ, ആദ്യം നമുക്ക് 1 2 അല്ല 5 മുട്ട പൊട്ടിച്ചിടണം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ലോയിലിട്ട് തുടങ്ങാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു സോസ് പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് കാരമലൈസ് ചെയ്യുന്നില്ല. നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം. വെള്ളം നല്ലോണം വെട്ടി തിളച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഇത്രയും മതി. നമ്മൾ ഈ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ബീറ്റർ ഓൺ ആക്കും. എന്നിട്ട് സൈഡിലൂടെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സ്ചർ നല്ലോണം പതിഞ്ഞ് പൊങ്ങി. ഞാൻ അത് ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് പുറത്തെടുക്കാം. ഇതിന് പുറത്ത് നമുക്കൊരു അരിപ്പ വയ്ക്കാം. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് കോക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. 1/4 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും സാധനങ്ങൾ നമുക്കിതിലേക്ക് മെല്ലെ അരിച്ചിടാം. ഇനി നമ്മൾ ഒരു സ്പാച്ചില വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ട്രേ എടുക്കാം. കുറച്ച് എഡ്ജുള്ള ഒരു ബേക്കിംഗ് ട്രേ. അതിൽ ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പർ. അതിലേക്ക് നമ്മുടെ ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ കേക്ക് പോലല്ല, ഒരു ഫ്ലൂയിഡ് കൺസിസ്റ്റൻസി ആണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. നമ്മളപ്പോൾ ഇനി ഇത് ബേക്ക് ചെയ്യണം. ബേക്ക് ചെയ്യാനായിട്ട് അവൻ നിങ്ങൾ ഒരു 190 ഡിഗ്രി സെൽഷ്യസിലേക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. എക്സാക്ട്ലി 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ ഓഫ് ചെയ്തു. എന്നിട്ട് ഇത് ഞാനൊരു 5 മിനിറ്റ് പുറത്ത് വെച്ചു ഒന്ന് സെറ്റ് ആവാൻ. ഇനി ഞാനൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജസ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് വരയാണ് ഇതിൻ്റെ അറ്റത്തൂടെ. പൗഡേർഡ് ഷുഗർ ഒന്ന് സിഫ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഐസിങ് ഷുഗർ ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മളൊരു കട്ടിയുള്ളൊരു ടവൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒരു ട്രേയിലേക്ക് കമത്തണം. എന്നിട്ട് നമ്മുടെ പാർച്ച്മെൻറ്റ് പേപ്പർ റിമൂവ് ചെയ്യാം. ഇതിൻ്റെ പുറത്തേക്കും കുറച്ച് ഐസിങ് ഷുഗർ ഇടാം. ഇനി നമ്മൾ നമ്മുടെ ടവല് ഇതിലൊന്ന് നല്ലതായിട്ട് ടക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിത് റൗണ്ടാക്കി ചുരുട്ടി വയ്ക്കാവേ. ഇത് കുറച്ചു നേരം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് റെഡിയാക്കാം. അതിന് നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 250 ഗ്രാമിൻ്റെ പാക്കറ്റ്. ഞാനിതിപ്പം ഒരു വലിയ സ്വിസ് റോളാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഇത്രയും ഹെവി ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കുറച്ച് അതനുസരിച്ചുള്ള അളവനുസരിച്ച് ചെയ്താൽ മതി. ഇതിലേക്ക് നമ്മൾ 6 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. നമുക്കിനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഐസിങ് ഷുഗർ. 2 ടീസ്പൂൺ വെനില എസൻസ്. ഇത് നമുക്ക് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. നമ്മുടെ ഫ്രോസ്റ്റിങ്ങും റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ റോളാക്കി വെച്ചിരിക്കുന്ന കേക്ക് എടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ
ഫ്രോസ്റ്റിംഗ് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലോണം ലെവൽ ചെയ്ത് വയ്ക്കാം. ഇത് റോൾ ചെയ്യാം. കുറച്ച് മെസ്സി ആയിരിക്കും, അത് സാരില്ല. നമുക്കിനി ഇത് ഒരു ട്രേയിലേക്ക് മാറ്റാം. ഇനി ഇത് നമ്മൾ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്വിസ് റോള് 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു. ഇതിൻ്റെ എഡ്ജസ് ഒന്ന് ലൈറ്റായിട്ട് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ സ്വിസ് റോളിൻ്റെ സൈഡ് നല്ലതായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എഡ്ജസ് ഒന്ന് ലൈറ്റായിട്ട് കട്ട് ചെയ്തു. സെർവിങ് ബൗളിലേക്ക് മാറ്റുവാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഫ്രോസ്റ്റിംഗ് ഇല്ലേ, അത് വെച്ചിട്ട് നമുക്ക് ലൈറ്റായിട്ടൊരു ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കാം. അത്രേ ഉള്ളൂ, നമ്മുടെ സ്വിസ് ചോക്ലേറ്റ് റോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ 3-4 ദിവസം ഇരിക്കും. അപ്പോൾ നമ്മുടെ സ്വിസ് ചോക്ലേറ്റ് റോൾ റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.